കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നെറുകേടിനെതിരായി ഏറ്റവും ശക്തമായ പ്രതികരണമാണ് ഇന്ന് നമുക്ക് സാധിച്ചത്. എന്നുള്ളത് കേരളത്തിലെ മലയാളികൾ തലകുനിച്ച് ലജ്ജിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്തരമൊരു നിങ്ങൾ ഈ ഒരു ചോദ്യം ഇപ്പോൾ ഇവിടെ ചോദിച്ചത്, ഇവിടെ യാതൊരു സംശയവും വേണ്ട, നീതിപൂർവം അന്വേഷണം നടന്നാൽ, SFIO അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയാൽ ജയിലിൽ പോകേണ്ടി വരിക UDFൻ്റെ നേതാക്കളായിരിക്കും. കാരണം UDFൻ്റെ നേതാക്കളാണ് ഏതാണ്ട് 17 കോടിയോളം രൂപ CMRL കമ്പനിയിൽ നിന്ന് വാങ്ങിയത് എന്നുള്ളത് എൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ വന്ന തെളിവാണ്. UDFൻ്റെ നേതാക്കന്മാർ വ്യക്തമാക്കേണ്ടി വരും. ഉമ്മൻചാണ്ടി മരണപ്പെട്ടു പോയി, ഉമ്മൻചാണ്ടിയുടെ പേര് അതിലുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട്, അതുപോലെ തന്നെ ഇബ്രാഹിം കുട്ടിയുടെ പേരുണ്ട്. ഇവരുടെയൊക്കെ പേരാണല്ലോ അതിലുള്ളത്. അതിലൊന്നും പിണറായി വിജയൻ്റെ പേരില്ല. PV എന്ന് പറയുന്നത് ഞാനല്ല എന്നുള്ളത് ആദ്യം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇനി ഇതിൻ്റെ ഭാഗമായി അന്വേഷണം നടക്കുകയാണെങ്കിൽ കാശ് വാങ്ങി എന്ന് അഡ്മിറ്റ് ചെയ്ത UDFൻ്റെ നേതാക്കൾ ഈ കമ്മീഷൻ്റെ മുമ്പാകെ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ മുമ്പാകെ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വരുമല്ലോ. നമുക്കത് കാത്തിരുന്ന് കാണാം. പറയട്ടെ. നിങ്ങളെ ഏത് ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാലും ഇപ്പം എനിക്ക് പറയാൻ നല്ല ശക്തിയുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ആ കേസ് പഠിച്ച ഒരാളാണ്. അപ്പോൾ വീണ വിജയനെതിരായിട്ട് ആകെയുള്ളത് വാങ്ങിയ കാശിന് സർവീസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. 1,72,00,000 മതിയായ സർവീസ് കൊടുത്തില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസും ഒരു സ്ഥാപനത്തിലും ഇപ്പോൾ ഇല്ല. ഏജൻസികൾ അന്വേഷിക്കട്ടെ. അത് ഉത്തരവാദപ്പെട്ട ഏജൻസികളാണല്ലോ അന്വേഷിക്കേണ്ടത് ഈ കാര്യം. ഇതിൽ CMRLന് ഒരു പരാതിയില്ലല്ലോ, ഇതുവരെ പരാതിയില്ലല്ലോ. ഇനി അഗ്രീവഡായിട്ടുള്ള ആളില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കേസ് കൊടുക്കാലോ, കൊടുക്കട്ടെ. പിന്നെന്തിനാണ് വീണ അതിനെതിരെ ഹർജി കൊടുത്തത് കർണാടക ഹൈക്കോടതിയിൽ? പറയട്ടെ, പറഞ്ഞു കഴിയട്ടെ. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ, ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ ഈ പ്രശ്നം വന്ന സമയത്ത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് CMRLനെ പരിപൂർണമായും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കൊടുത്തു. അയാൾ കൊടുത്ത കണക്കിൽ ജെന്യൂൻ എക്സ്പെൻഡിച്ചറാണെന്ന് പറഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇപ്പം അന്വേഷിക്കുന്ന ഏജൻസികൾ ആ സമയത്ത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല? ഇനി ഇപ്പം അന്വേഷിക്കുന്നു. ആ അന്വേഷിക്കുന്നതിന് ഇവിടെ ആർക്കാ എതിർപ്പ്? മാത്രവുമല്ല, ഇന്ന് സ്റ്റേ കൊടുത്തു കർണാടക ഹൈക്കോടതിയിൽ SFIO അന്വേഷണം. കേൾക്കൂ, പറയുന്നത് കേൾക്കൂ. അതിൻ്റെ കാരണം എന്താ? ആദ്യം സ്റ്റഡിയായി കാര്യങ്ങൾ. ഈ 12-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ PC ജോർജിന്റെ മകനുണ്ടല്ലോ, ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. കമ്പനീസ് ആക്ട് 112 പ്രകാരം ഇത് SFIO അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ആ രൂപത്തിലുള്ളൊരു അന്വേഷണം ഇപ്പം വേണ്ടതില്ല. 110 പ്രകാരം കമ്പനീസ് ആക്ടിൻ്റെ വയലേഷൻ ഉണ്ടോ അത് മാത്രമേ ഇപ്പോൾ പരിശോധിക്കേണ്ടതുള്ളൂ, മറ്റേത് ഇതിൻ്റെ ഭാഗമായി പരിശോധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് തള്ളിയതാണത്. അതിനെതിരായി
ഇദ്ദേഹം 112 ഇൻവോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി കൊടുത്തു. 110 വേണ്ടത്, 112 പ്രകാരം SFIO അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി ശ്രദ്ധിച്ചോളൂ ഇനി പറയുന്നത്, ഈ മാസം 12-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോസ്റ്റ് ചെയ്തു. അതിൻ്റെ ഇടയിലാണ് ഈ രൂപത്തിലുള്ള ഒരു അന്വേഷണം പെട്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലിരിക്കുന്ന സമയത്ത് അന്വേഷണ ഏജൻസികൾ ആദ്യം അറിയിച്ചില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ. പിന്നീട് ഞങ്ങൾ SFIO അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെയുള്ളൊരു കേസാണിത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിജിലൻസ് കേസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലുണ്ടായി. ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി അത് തള്ളി. അതിൻ്റെ ഭാഗമായി അതിനെതിരായ റിവിഷൻ പെറ്റീഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കിടക്കുകയാണിപ്പോൾ. അതിൻ്റെ ഭാഗമായി ഒരു നോട്ടീസ് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ വീണക്കെതിരായിട്ടോ ഇതുവരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഹൈക്കോടതി തന്നെയാണ് ഇന്നലെ പേടിയുണ്ടെങ്കിൽ എന്തിനാ സ്റ്റേനെ ഭയക്കുന്നതെന്ന് ചോദിച്ചു. അത് ആര് കൊടുത്തതായിരുന്നു? ഹൈക്കോടതി അതേ ആര് കൊടുത്ത കേസാണ്? അങ്ങനെ പറ. വീണല്ല കൊടുത്ത്. കേൾക്ക്, അത് മനസ്സിലാക്ക്. ഏതായത് മനോരമ, ഏഷ്യാനെറ്റ്, ലേശം ഇതുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ആദ്യം സ്റ്റഡി ചെയ്യണം ഈ കേസ് കേട്ടോ, നന്നായിട്ട് കേൾക്ക്. അതേന്ന് അതിന് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഞങ്ങൾക്ക് നോട്ടീസ് തന്നിട്ടില്ല, ഞങ്ങളെ ഹിയർ ചെയ്യേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോട്ടീസ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തതാണ്. അവർ കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോടതിയുടെ മുമ്പാകെ 12-ാം തീയതി കേസ് കേൾക്കാനിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ അത് സ്റ്റേ ചെയ്യണം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് മനസ്സിലായിന്ന്. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ കോടതിയിൽ വന്നോട്ടെ. കോടതിയിൽ 12-ാം തീയതി വരുന്നുണ്ടല്ലോ. വീണ സ്റ്റേ കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് 12-ാം തീയതി, അതാ ഞാൻ നിങ്ങളോട് മലയാളത്തിലേ പറഞ്ഞത്, 12-ാം തീയതി 110 112 ഇൻവോക്ക് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യം 110 പ്രകാരമാണ് നോട്ടീസ് കൊടുത്തത്. 112 പ്രകാരം നോട്ടീസ് കൊടുക്കാൻ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് SFIOന് റെഫർ ചെയ്തു. അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അത് നിയമപരമായിട്ട് എന്താ തെറ്റ്? നിയമപരമായിട്ട് അഗ്രീവഡ് ആയിട്ടുള്ള ഒരു പാർട്ടി എൻ്റെ ഒരു കേസ് 12-ാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ 110 112 ഇൻവോക്ക് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഫൈനലായി ഒരു തീരുമാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുക്കുന്നതിനിടയിൽ ഈ കേസ് പെൻഡിങ്ങിനുള്ള സമയത്ത് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം SFIO എങ്ങനെയാണ് അന്വേഷിക്കുക എന്നുള്ളത് സാധാരണ നിലയിലുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ എവിടെ വന്നു കഴിഞ്ഞാലും ആദ്യം പെടാൻ പോകുന്നത് UDF ആണെന്ന് ആദ്യം മനസ്സിലായിക്കോളാം. ഞാനതിനിപ്പോൾ പറയുന്നത് നിങ്ങൾ ആര് വിചാരിച്ചു കഴിഞ്ഞാലും UDFലെ ഈ കാശ് വാങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാശ് വാങ്ങിയിട്ടുണ്ടല്ലോ, ബേജാറാകണ്ടത്. അവരെടുക്ക തെളിവുണ്ടല്ലോ, അത് വരട്ടെ. അതെ, അത് കോടതിയിൽ വരട്ടെ. ഇതുവരെ വന്നിട്ടില്ലല്ലോ. അന്വേഷണ ഏജൻസിന് ആരാ വായിക്കുന്നത്? ഇവിടെ ഞങ്ങൾ അന്വേഷണം പാടില്ല എന്നല്ല കുട്ടി പറഞ്ഞത്. ആദ്യം മനസ്സിലാക്കൂ. താനിപ്പം പുതുതായിട്ട് രംഗത്ത് വരുന്നതല്ലേ. തൻ്റെ പേരിലൊരു കേസ്, ആ കേസ് ഇവിടെ പെൻഡിങ് കിടക്കുന്ന സമയത്ത് ഒരു ഏജൻസി വരുന്ന സമയത്ത് ഈ കേസ് ഇവിടെ പെൻഡിങ് കിടക്കുകയാണ്. അതിന് ശേഷം ആണ് ഈ കാര്യം പരിശോധിക്കേണ്ടത് എന്ന് സാധാരണ നിലയിൽ പറയൂ. അത് ആദ്യം മനസ്സിലാക്കുക. എല്ലാം എക്സാലോജിക്ക് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞത് 112 പ്രകാരം ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യം എടുത്തില്ല. 110 പ്രകാരമാണ് എടുത്തത്. 110 എന്ന് പറയുന്നത് ഒരു കമ്പനി ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഡിവിജ്വലിന് എതിരായിട്ടുള്ളതല്ല. കമ്പനി വയലേഷൻ നടത്തിയിട്ടുണ്ടോ അക്കാര്യത്തെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി നോട്ടീസ് കൊടുത്തു. അതിന് 3 അംഗ കമ്മീഷനെ വെച്ചു. അവര് 4 മാസത്തെ അവധിയും കൊടുത്തു. ആ ഘട്ടത്തിലാണ് 110 അല്ല 112 പ്രകാരം കൊടുത്ത് ഫ്രോഡ് ഇതിൽ നടന്നിട്ടുണ്ട്, ഫ്രോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIO ഒരു പെറ്റീഷൻ രണ്ടാമത് ഹൈക്കോടതി കൊടുക്കുന്നത്. ഷോൺ ജോർജ് അത് 12-ാം തീയതി ഹിയർ ചെയ്യാൻ വേണ്ടി വെച്ചു. അതിന്റെ ഇടയിലാണ് കേന്ദ്ര ഏജൻസി വരുന്നത്. അപ്പൊ സ്വാഭാവികമായും അതിനെതിരായി സ്റ്റേ ചെയ്യണമെന്ന്. കാരണം ഇറ്റ് ഈസ് ആൾറെഡി പെൻഡിങ് ബിഫോർ ദി ഹൈക്കോർട്ട്. അത് സാധാരണ ഇങ്ങനെ കുറച്ച് വ്യഗ്രത ഉണ്ടാവും. ഒരു കാര്യം ഞാൻ പറയാം, ഇതിനേക്കാൾ അപ്പുറമുള്ള കേസ് വന്നു കഴിഞ്ഞാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിനെയോ ഗവൺമെന്റിനെയോ
LDF-നെയോ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, കുറിച്ചിട്ടോളൂ, ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ UDF-ലേക്കായിരിക്കും കരങ്ങൾ നീങ്ങാൻ പോകുന്നത് എന്നുള്ളത്. അതല്ല ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ കൃത്യമായി പറഞ്ഞില്ലേ രാഷ്ട്രീയ പാർട്ടികൾ കാശ് വാങ്ങിയിട്ടുണ്ട് എന്ന്. എന്തുകൊണ്ടാ പിന്നെ പ്രോസിക്യൂഷൻ? ഇലക്ഷൻ ഫണ്ട് ആയിക്കോട്ടെ, ഇലക്ഷൻ ഫണ്ട് എങ്ങനെയാ വാങ്ങുക? ഇലക്ഷൻ ഫണ്ട് 20,000 രൂപയിലപ്പുറം വാങ്ങാൻ പറ്റുമോ? അതെ, വാങ്ങിയ ആള് പറഞ്ഞത് 20,000 രൂപയിലപ്പുറം ഇലക്ഷൻ ഫണ്ട് കൊടുക്കാൻ പറ്റുമോ ക്യാഷായിട്ട്? ഇതേടിയാ 17 കോടി രൂപ വന്നത്? ഒന്ന് ചോദിച്ചേ, എങ്ങനെയാ 17 കോടി രൂപ കൊടുക്കുക? ഇലക്ട്രൽ ബോണ്ട് പ്രകാരമല്ലല്ലോ, കള്ളപ്പണം ഉപയോഗിച്ചിട്ട് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുക. ബോണ്ട് കോടിക്കണക്കിന് രൂപ എവിടെയെങ്കിലും നിക്ഷേപമുണ്ട്, ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുക. ഇത് ഇലക്ട്രൽ ബോണ്ടായിരുന്നോ? കോടിക്കണക്കിന് രൂപ വാങ്ങിയില്ലേ? അക്കണക്കല്ലേ ഇതിന്റെ ഭാഗമായിട്ട് ഇനി വരാൻ പോകുന്നത് അന്വേഷണം നടത്തിയാൽ. അത് ആ സ്റ്റേ എന്ന് പറയുന്നത് 110 112 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതിൽ ഇതിന് പ്രശ്നമില്ല. പിന്നെ എങ്ങനെയാ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കൊടുത്തത് കേസെടുക്കേണ്ടത്? എന്തായിരുന്നു അതെന്താ നിങ്ങൾ ചോദിക്കാതിരുന്നത്? ഈ കേസ് ബഹുമാനപ്പെട്ട ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ വന്ന സമയത്ത് 2 കാര്യങ്ങൾ അവർ തീരുമാനിച്ചല്ലോ. ഒന്ന്, ഇവരുടെ പേരിൽ പ്രോസിക്യൂഷൻ നടപടി എടുക്കണ്ട. 2, ഇവർ തന്നിട്ടുള്ള എക്സ്പെൻഡിച്ചർ ജെന്യൂൻ എക്സ്പെൻഡിച്ചറാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് എക്സെപ്ഷൻ കൊടുത്തല്ലോ. അന്നേരം എന്താ ചോദിക്കാതിരുന്നത് നിങ്ങൾ? ആ സമയത്ത് ഈ ഏജൻസികൾ എന്തുകൊണ്ടെന്ന് രംഗത്ത് വന്ന് ഇംപ്ലീഡ് ചെയ്തില്ല? അതിന് ആർക്കാ പേടി? ഞങ്ങൾക്ക് പേടിക്ക, ഞങ്ങൾക്ക് ആകെ അത് കേസ് IDസിനോട് ചോദിച്ചു വന്നോട്ടെ. അതുകൊണ്ടെന്താ? ഇവർക്കൊരവകാശമല്ലേ അത്? ഇവർക്കൊരവകാശമല്ലേ? ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ നിൽക്കുന്ന സമയത്ത്, വേറെ ഒരു ഏജൻസി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുന്ന സമയത്ത് ആൾറെഡി ഒരു ഡിസിഷൻ അനങ്ങാട്ടേക്ക് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അവകാശം നിങ്ങൾക്കെതിരായിട്ടുള്ളൊരു കേസ് ഞാൻ കൊടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു ഏജൻസിയെ കൊണ്ടുവന്നിട്ട് അന്വേഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നിങ്ങൾ പറയില്ല? എന്തായാലും ഞാൻ വ്യക്തത ഒരു ഭയമില്ല. കാരണം എന്താണെന്നറിയോ? ആകെ വരാൻ പോകുന്നത് 1.72 കോടിയുടെ അടുവ്, 1,72,00,000 അതിന് ഇൻകം ടാക്സും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ GSTയും കൊടുത്തിട്ടുണ്ട്. ആകെയുള്ള ക്വസ്റ്റ്യൻ എന്താ? ആകെയുള്ള പ്രശ്നം എന്താ? വാങ്ങിയ സർവീസിനനുസരിച്ചിട്ടല്ല കാശ് വാങ്ങിയെന്നാണ്. അത് തെളിയിക്കേണ്ടവർക്ക് തെളിയിച്ചോളാം, തെളിയിക്കേണ്ട ആൾക്കാർ. അതിനെപ്പറ്റി നിങ്ങൾ വേദനണ്ട. ഈ അത് SFI തന്നെ കണ്ടുപിടിക്കട്ടെ, SFI തന്നെ കണ്ടുപിടിക്കട്ടെ. അതുകൊണ്ടെന്താന്ന് ആര് സ്റ്റേ കൊടുത്തിന്? അത് അവര് ഒരു അന്വേഷണം നടക്കുന്ന സമയത്തല്ലേ അത് കൊടുത്തിട്ടുള്ളത്. ആ കേസവിടെ കിടക്കുകയല്ലേ. ഒന്നാമത് എനിക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല, വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും ചോദിപ്പിക്കും, എന്നാലും എനിക്ക് പറയാൻ പറ്റുമോ? അതായത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം 110 112ന്റെയും വ്യത്യാസം ആദ്യം മനസ്സിലാക്കുക. ഇത് രണ്ടും ഷോജോ നമ്മളെ ജോർജിന്റെ മകൻ കൊടുത്ത കേസാണ്. അല്ല, കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് നേരിട്ട് പിന്നെ ഗവൺമെന്റിലേക്ക് കൊടുക്കുക. അതിന് പകരം ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ആ ഹൈക്കോടതിൻ്റെ അകത്ത് പ്രാഥമികമായ ഹിയറിംഗിന് ശേഷം 110 ഇൻവോക്ക് ചെയ്യുക, 112 അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കോടതി വിധി അവിടെ നിൽക്കുന്ന സമയത്ത് 112മായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം SIO വന്നിരിക്കുകയാണ്, SFIO വന്നിരിക്കുകയാണ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിരിക്കുകയാണ്. അത് വന്നത് ഒരു കേസ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അത് സ്റ്റേ ചെയ്യണമെന്ന് ആരും പറയും, അത് അവരുടെ ഒരു അവകാശമാണ്, ായിട്ടുള്ള ഒരു റെമഡിയാണ്, അത് അവർ ഉപയോഗിക്കുന്നു. പക്ഷെ ഇത് എങ്ങനെ കോടതിയിൽ വന്നു കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടിയോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾക്കിതിൽ യാതൊന്നും പേടിക്കാനില്ല. ഇത് കാശ് വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇതിൽ പുറത്തു വരട്ടെ, നിങ്ങൾ കാണാൻ പോകുന്നല്ലേ, നമ്മളിതിനാ പേടിക്കുന്നത്. കാശ് വാങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പേര് അതിലുണ്ടല്ലോ, വാങ്ങിയതിന് രേഖയുണ്ടല്ലോ, വരട്ടെന്ന് നമ്മളിതിനാ പഠിക്കുന്നത്. ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം സ്റ്റേ ചെയ്യുന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങൾ. അതൊക്കെ പിന്നെ ഇതും മറുപടി അറിയിക്കുന്നത്. അവര് നന്നായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന വിവരം അവർ പുറത്തു കൊണ്ടുവരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല രൂപത്തിൽ തന്നെ അന്വേഷണം പോകുമെന്ന വിശ്വാസമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട്
ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പോഴുള്ള പ്രശ്നം. അത് ഞാൻ പറഞ്ഞില്ലേ, കേന്ദ്രത്തിന്റെ ഏത് ഏജൻസികളും അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. അന്വേഷിക്കട്ടെ. പണ്ട് മോൻ ഓർമ്മ ഉണ്ടോ എന്നുള്ളത് അറിയില്ല, നമ്മൾ ഗോൾഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ വന്ന് അന്വേഷിക്കണമെന്ന് ആരാ പറഞ്ഞു? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ. അന്വേഷണം നടന്നില്ലേ? 3 ചാർജ് ഷീറ്റ് കൊടുത്തില്ലേ കുട്ടി? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ പേര് അതിലുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഒരന്വേഷണത്തെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഒരന്വേഷണത്തെയും ഭയപ്പെടുന്നില്ല. അത് അവരോട് പറഞ്ഞെടുക്കും കേട്ടോ. ഓക്കെ. ഡൽഹി സമരത്തില് മുഖ്യമന്ത്രിമാരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വരുന്നുണ്ട്. അതെ, അതില് BJP എന്നുള്ള പേര് കേൾക്കുമ്പോൾ, RSS എന്നുള്ള പേര് കേൾക്കുമ്പോൾ മൂത്രമൊഴിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ് ഈ BJP. അതിന്റെ ഭാഗമായിട്ടാണ് കർണാടക ഗവൺമെന്റ് പോലും ഈ സമരത്തെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. നമ്മളെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരും BJPയും തമ്മിലുള്ള ബന്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED പിടിക്കുമെന്നുള്ളൊരു സംശയം ഇപ്പം വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇപ്പോൾ ഒരു വല്ലാത്ത രൂപത്തിലുള്ള മുട്ടുപറ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് യാതൊരു മുട്ടുപറന്റെ പ്രശ്നവും ഇല്ല. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രിയും തയ്യാറാണ്. ഓക്കെ.